ആറന്മുള ക്ഷേത്രത്തിൽ ഓണസദ്യക്കുള്ള വിഭവങ്ങളുമായി മങ്ങാട്ട് ഭട്ടതിരി ഇന്ന് യാത്ര തിരിക്കും. ടോബി അതിന്റെ വിവരങ്ങളുമായി ചെയ്യുന്നു. ടോബി, ഈ ആഘോഷങ്ങളും ആചാരങ്ങളും എല്ലാം ചേർന്ന നമ്മുടെ ഓണാഘോഷം, എന്താണ് ആറന്മുളയിൽ നിന്നുള്ള ഈ ആചാരം? സുഖയിൽ, ഞാൻ ആറന്മുളയല്ല, കുമാരനെല്ലൂർ, കോട്ടയം കുമാരനെല്ലൂരാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ആറന്മുളയിലാണ് ഇതിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആറന്മുള സദ്യ. അത് നമ്മൾ കാണുന്നതുപോലെ തിരുവോണത്തോണി, കാട്ടൂരിൽ നിന്നും വരുന്ന തിരുവോണത്തോണി ഈ തിരുവോണ ദിവസം ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. അന്ന് അതിനൊരു അവർക്കൊരു ഐതിഹ്യമായി തന്നെ അവർ പറയുന്നത് ഒരു ചടങ്ങിന് വേണ്ടി മങ്ങാട്ട് ഇല്ലത്തിനാണ് അതിൻ്റെ ഒരു വരം പോലെ അവർക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു മങ്ങാട്ട് ഭട്ടതിരിയാണ് ഈ തിരുവോണത്തോണിയിൽ ആറന്മുളയിലേക്ക് സാധാരണ എല്ലാ വർഷവും എത്തുന്നത്. ഇത്തവണ എന്നല്ല, അതിനുശേഷം ഈ കാട്ടൂരിൽ നിന്ന് അവർ കുമാരനെല്ലൂരിലേക്ക് താമസം മാറിയിരുന്നു. അപ്പോൾ പുതുതലമുറയിലുള്ള ആളുകൾ കുമാരനെല്ലൂരാണ്. ഇവിടെ നിന്നുമാണ് ആ തിരുവോണത്തോണിയുടെ ഭാഗമാകുന്നതിന് വേണ്ടി മങ്ങാട്ട് ഭട്ടതിരി ഇപ്പോൾ പോകാറുള്ളത്. അങ്ങനെ ആ ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് മൂലനാളിൽ ഇവിടെ നിന്നൊരു ചുരുളൻ വള്ളത്തിൽ മങ്ങാട്ട് ഭട്ടതിരി, ഏറ്റവും പുതുതലമുറക്കാരനായിട്ടുള്ള അനൂപ് ഭട്ടതിരി ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത് 3 ദിവസം കൊണ്ട്. അതായത് ഉത്രാടത്തിൻ്റെ അന്ന് അവിടെ കാട്ടൂരിലെത്തും. അവിടെ നിന്നും വിഭവങ്ങൾ ശേഖരിച്ച് തിരുവോണത്തോണിയിൽ 18 കരകളിൽ നിന്നും വിഭവങ്ങൾ ശേഖരിച്ച് തിരുവോണത്തോണിൽ കയറി തിരുവോണത്തിൻ്റെ അന്ന് പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെത്തും. ആ വിഭവങ്ങൾ കൊണ്ടാണ് അവിടെ അന്ന് ഓണസദ്യ ഒരുക്കുന്നത്. എന്തായാലും ഐതിഹ്യവും ആചാരവും എല്ലാം ഒത്തുചേരുന്ന ചടങ്ങ് തന്നെയാണ് കുമാരനെല്ലൂരിലും നടന്നിരിക്കുന്നത്. മങ്ങാട്ട് ഭട്ടതിരി ഇവിടെ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. കൃത്യം 12 മണിക്ക് തന്നെ ചുരുളൻ വള്ളത്തിൽ പുഴയിലൂടെ, നമ്മളിപ്പോൾ പീനച്ചിലാറിന്റെ ഭാഗമായിട്ടുള്ള ആ പുഴയിലൂടെ സഞ്ചരിച്ച് വേമ്പനാട്ടുകായലിലെത്തി, പമ്പയാറ്റിലെത്തി, അങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന ഒരു ചടങ്ങാണ്. അത് ഈ വർഷവും കൃത്യമായി മുറതെറ്റാതെ നടന്നിരിക്കുന്നു. സുഖേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.